ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക. അള്ളാഹു നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന വിശാലമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അതിന് നന്ദി കാണിക്കുന്നതിൽ നീ എത്രമാത്രം കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കുക. അള്ളാഹു നിനക്ക് അനുഗ്രഹമായി നൽകിയ ആ കാര്യങ്ങൾ കൊണ്ട് നീ അള്ളാഹുവിനെ ധിക്കരിച്ചതിനെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ടാണ് നീ അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കാനിരിക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക. ചെയ്ത തെറ്റുകൾ അതെന്നെ ധാരാളമുണ്ട്. അള്ളാഹ് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ അതെത്രമാത്രമുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ എത്ര എണ്ണത്തിനാണ് നമ്മൾ നന്ദി കാണിച്ചത്? എത്ര എണ്ണമാണ് നമ്മളൊന്ന് അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചത്? നമ്മളെ മനസ്സിൽ അനുഗ്രഹമായിട്ട് വന്നുപോയ കാര്യം എത്ര ഉണ്ട്? കുറച്ച് മാത്രം. ആശുപത്രിയിലേക്ക് ഒന്ന് പോയി ഒരു റൗണ്ട് ഒന്നിങ്ങനെ നടന്നു തിരിച്ചു വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോ കട്ടിലും ആയിരക്കണക്കിന് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കട്ടിലും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയുണ്ട്, എത്ര ഇതിന് നമ്മൾ നന്ദി കാണിച്ചു. ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മൾ എത്ര ധിക്കരിച്ചിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട്, ഈ ചെവി കൊണ്ട്, ഈ വായ കൊണ്ട്, ഈ സംസാരം കൊണ്ട്, ഈ കൈ കൊണ്ട്, ഈ കാലുകൊണ്ട് എത്ര അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടാണ് റബ്ബിൻ്റെ അരികിലേക്ക് പോകാൻ നിൽക്കുന്നത്. ചിന്തിക്കുക, ഒരു മനുഷ്യന് പേടിക്കാൻ ഇത് മതിയായതാണ്. ചെയ്തുപോയ തെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നത് ഒരാളുടെ ഹൃദയത്തെ പേടി കൊണ്ട് വിറപ്പിക്കാൻ മതിയായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മകൾ അന്ന് അവിടെ അവന് കാണാൻ സാധിക്കും. വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. അവൻ ചെയ്തു പോയ തെറ്റുകൾ, ആ ഓരോ തെറ്റുകളെക്കുറിച്ചും അവൻ്റെ ഹൃദയത്തിൽ അവൻ വിചാരിക്കുന്നത് എന്താണ്? ഈ തിന്മക്കും എനിക്കുമിടയിൽ വിദൂരം അകലമുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്ന ദിവസമാണത്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു ഇത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ പാപമോചനം ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തിരുന്നെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ എന്ന് അവൻ ചിന്തിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ആ വാക്കിൻ്റെ ഗൗരവം എന്താണ്? വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. ഭയന്നുകൊള്ളുക. നിങ്ങൾ വന്നു നിൽക്കാനിരിക്കുന്ന ദിവസം നിസ്സാരമായൊരു ദിവസമല്ല. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടാനുള്ള ദിവസമാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ തിന്മകളോടുള്ള അവന്റെ നോട്ടം എന്താണ്? അവൻ ചെയ്തു പോയ തിന്മകൾ തൻ്റെ മുകളിലേക്ക് വീഴാനിരിക്കുന്ന ഒരു പർവ്വതം പോലെയാണ് ആ തിന്മകൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തലക്കുമുകളിലേക്ക് ഒരു പാറക്കല്ല് വീഴാൻ നിൽക്കാൻ അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അതുപോലെയാണ് അവൻ്റെ ഓരോ തിന്മകളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വഅമ്മൽ മുനാഫിഖ് ഔൽ ഫാജിർ ഫഇന്നഹു യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി. എന്നാൽ ഒരു തെമ്മാടിയായ, ഒരു മുനാഫിഖായ, കപടവിശ്വാസിയായ ഒരുത്തൻ അവൻ തൻ്റെ തിന്മകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മൂക്കിന് മുകളിലൂടെ പറന്നു പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ്. വഖാല ഹാകദാ. ആ ഈച്ച മുന്നിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെ ഒന്നാക്കിക്കളഞ്ഞു. അത്ര നിസ്സാരമായിട്ടാണ് അവൻ തിന്മയെ കാണുന്നത്. മുനാഫിഖിൻ്റെ അവസ്ഥ ഇപ്രകാരമാണ്. അവൻ തൻ്റെ തിന്മയെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ തൗബ ചെയ്തല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഷഹാദത്തുൽ കലിമ ചൊല്ലുന്നു, ഞാൻ വുളു എടുക്കുന്നുണ്ടല്ലോ, ഞാൻ ജുമുഅക്ക് വരുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. നിസ്കരിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? ജുമുഅക്ക് വരാത്ത ആൾക്കാരില്ലേ? നോമ്പെടുക്കാത്ത ആൾക്കാരില്ലേ? ഞാൻ എത്ര നല്ലവനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അവൻ്റെ കണ്ണിൽ അവൻ ചെയ്തു പോയ തിന്മകൾ കദുബാബിൻ മറ അലാ അൻഫിഹി, മൂക്കിന് മുകളിലൂടെ പറന്നു വരും ഈച്ചയെ പോലെയാണ്. വഖാല ഹാകദാ. കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തീരുന്നത് പോലെയാണ് അവൻ തിന്മയെ കാണുന്നത്. വാക്ക് പറഞ്ഞുകൊണ്ടാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ മുനാഫിഖു ജമഅ ബൈനൽ ഇസാഅതി വൽ അംൻ. മുനാഫിഖ് അവൻ തിന്മ ചെയ്യും, അതോടൊപ്പം അവൻ പേടിയില്ലാത്തവനാണ്. വൽ മുഅ്മിൻ ജമഅ ബൈനൽ ഇഹ്സാനി വൽ ഖൗഫ്. എന്നാൽ ഒരു മുഅ്മിൻ അവൻ നന്മ ചെയ്യും, അതോടൊപ്പം പേടിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഈ മുനാഫിഖാണോ മുഅ്മിനാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുനാഫിഖുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകിയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. ഒരു ദിവസം അദ്ദേഹം മസ്ജിദിൽ ഇരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുവഴി വന്നു. അദ്ദേഹം പറഞ്ഞു, മാത ഫുലാൻ ഫഷ്ഹദ്. ഒരാൾ മരിച്ചിട്ടുണ്ട്, ജനാസ നിസ്കരിക്കാൻ വരാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി ജനാസ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നിസ്കരിക്കാൻ വന്നിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഫഅറഫ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി ഈ മരിച്ചിരുന്നത് ഒരു മുനാഫിഖായിരുന്നു.
ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഞാനിപ്പോൾ നിസ്കരിച്ച വ്യക്തി മുനാഫിഖായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. നിങ്ങൾക്കറിയാം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അത് ചെയ്തു നൽകണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണത്. അദ്ദേഹം ചോദിച്ചു, അമിനൽ ഖൗമി അന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഹൽ സമ്മാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ പേര് താങ്കളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ലാ യാ ഉമർ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും ഒരാളോടും ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രഹസ്യം അറിയിച്ചു കൊടുക്കുന്നതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജനങ്ങളെ ചിന്തിക്കുക, ഉമർ ആരാണ് ഉമർ? ഞാൻ പറയേണ്ടതില്ല, അദ്ദേഹമാണ് ഈ പേടിക്കുന്നത്. സലഫുകളിൽ എത്രയോ പേർ പറഞ്ഞു, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ റഅയ്തുനി മുകദ്ദിബ, എൻ്റെ വാക്കും പ്രവൃത്തിയും അവയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു കള്ളനാണ് എന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നന്മകൾ ധാരാളം പ്രവർത്തിച്ചവരുടെ വാക്കാണിത്. അപ്പോൾ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്തുപോയ തിന്മകൾ അവയിലേക്ക് തിരിഞ്ഞു നോക്കുക, മറന്നുപോകരുത് നമ്മൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ജനങ്ങളിൽ എത്രയോ പേർക്ക് ശൈത്താൻ വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ചെയ്തുപോയ തെറ്റുകൾ മറന്നുപോവുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എന്നോ നമ്മൾ ചെയ്തു വെച്ച നന്മകൾ അത് നമ്മൾ മറന്നിട്ടില്ല, നമുക്കിപ്പോഴും അറിയാം. എന്നാൽ നമ്മൾ ചെയ്തു വെച്ച ഗുരുതരമായ തെറ്റുകൾ അതിൽ പലതും നമ്മൾ മറന്നുപോയിട്ടു.